മഴയൊന്ന് ചാറി, അതിനപ്പുറം പെയ്തില്ല. അയൽ സംസ്ഥാനങ്ങളിൽ പെയ്ത മഴയിൽ അണക്കെട്ടുകൾ തുറന്നപ്പോൾ ദുരിതത്തിലായത് ഡൽഹിയിൽ യമുനാ തീരത്ത് താമസിക്കുന്നവർ. അണക്കെട്ടുകളിലെ ജലം തുറന്നുവിട്ടതോടെ ഡൽഹിയിൽ യമുന കരകവിഞ്ഞു. ജനങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളിലാക്കി. ഇപ്പോഴും റോഡരികിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയാണിവർ. യമുനാ നദി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയി. തീരങ്ങൾ വരണ്ടുണങ്ങി. ഡൽഹി കൊടും ചൂടിലും. ഞങ്ങൾ ഇവരെ കണ്ട കഴിഞ്ഞ ദിവസം താപനില 40 ഡിഗ്രി സെൽഷ്യസിലും എത്തിയിരുന്നു. എന്നിട്ടും അഭയാർത്ഥി ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലേക്ക് വിടുന്നില്ല. ഡൽഹിയിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. ഈ കൊടുംചൂടിൽ ദുരിതമനുഭവിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർ. പ്രാഥമിക സൗകര്യങ്ങൾക്ക് ഇടമില്ല. കുടിവെള്ളമോ ഭക്ഷണമോ വേണ്ടത്ര ലഭിക്കുന്നില്ല. സർക്കാർ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത വസ്ത്രങ്ങളും ഇതുവരെ ലഭിച്ചില്ല. പലരും പകർച്ചവ്യാധികളുടെ പിടിയിലാണ്. बोला कि नया कपड़ा देंगे, ये देंगे, वो देंगे, कुछ नहीं दिया. बोला कि खाने के लिए भेजेंगे, 2-4 दिन के लिए खाने के लिए भेज दिया, फिर वो बंद कर दिया. ചില സ്വകാര്യ വ്യക്തികളും സംഘടനകളും നൽകുന്ന ആഹാരമാണ് ആയിരങ്ങളിൽ പലർക്കും ആശ്വാസം. പലരും റോഡരികിൽ മലിനജലത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്. വീണ്ടും മഴയെത്തി യമുനാ തീരത്തെ ജലനിരപ്പ് ഉയരുമെന്ന ഭീഷണിയിലാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഈ ജനങ്ങൾ. പൊള്ളുന്ന വെയിൽ യമുനാ തീരത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾക്കാകട്ടെ വേണ്ടത്ര പരിഗണനയും ലഭിക്കുന്നില്ല. ന്യൂഡൽഹിയിൽ നിന്നും ക്യാമറാമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ഹിജാസ് അഹമ്മദ്, ഇന്ത്യ വിഷൻ.